ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ക്ലാസ് മാത്സിലെ ഒരു 5 ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ PSC ക്വസ്റ്റ്യൻസിൽ ചോദിച്ച ക്വസ്റ്റ്യൻസുകളാണ്. അവ നമുക്ക് പല വിധത്തിൽ എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. നമ്മൾ എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ മാത്സ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഓരോ ക്വസ്റ്റ്യൻസുകളും ചെയ്ത് പഠിക്കാൻ. അതുപോലെ നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസുകളാണ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മുടെ കഴിവുകൾ വികസിക്കും. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ചില ക്വസ്റ്റ്യൻസുകൾ നമുക്ക് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ നിങ്ങളത് സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മളതിലെ ഓപ്ഷൻസുകൾ തിരിച്ചിട്ട് നോക്കിയിട്ട് അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഓപ്ഷൻ ഇട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തോട് 1 കൂട്ടിയാൽ 259 കിട്ടും. സംഖ്യകൾ ഏതൊക്കെ? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അതെങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം എന്ന് പഠിക്കാം. അതിനുശേഷം ഇതിൻ്റെ യഥാർത്ഥ പ്രൊസീജിയറും പഠിക്കാം. അപ്പോൾ അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകൾ, അവയുടെ ഗുണനഫലത്തോട് 1 കൂട്ടിയാൽ 259 കിട്ടും. അപ്പോൾ ഗുണനഫലത്തോട് 1 കൂട്ടിയാലാണ് 259 കിട്ടുക. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം ഗുണിച്ചാൽ എത്ര കിട്ടും? അപ്പോൾ x1 x2 ആണ് വിചാരിക്കുക സംഖ്യകൾ. അപ്പോൾ നമ്മൾ ഗുണിച്ചാൽ എത്ര വരും? 259 - 1 288 വരും. അപ്പോൾ രണ്ട് സംഖ്യകൾ കൊണ്ട് ഗുണിച്ചാൽ, രണ്ട് ഇരട്ടക്കങ്ങൾ കൊണ്ട് ഗുണിച്ചാൽ, രണ്ട് അടുത്തടുത്ത് വരുന്ന ഇരട്ട സംഖ്യകൾ കൊണ്ട് ഗുണിച്ചാൽ പ്രൊഡക്റ്റ് എന്ത് വരണം? ഗുണനഫലം 288 വരണം. ഇനി നമ്മൾ ഓപ്ഷൻ നോക്കുകയാണ്. നമ്മൾ ഓപ്ഷൻ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഡി ഓപ്ഷൻ നോക്കി. ഡി ഓപ്ഷനിൽ എന്താ ഉള്ളത്? 26ഉം 28ഉം ആണ് ഉള്ളത്. നമ്മൾ ഒരു സംഖ്യ വിചാരിക്കുക, 20ഉം 20ഉം വിചാരിക്കുക. അപ്പോൾ 20 × 20 എത്ര വരിക? 400 വരും. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കും 26ഉം 28ഉം ഒരിക്കലും വരാൻ പോകുന്ന സംഖ്യയല്ല എന്ന് മനസ്സിലാവും. സി ഓപ്ഷൻ നോക്കുകയാണ്. സി ഓപ്ഷനിൽ എന്താണ് വന്നിരിക്കുന്നത്? 24ഉം 22ഉമാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് നേരെ എഴുതാം. 20നേക്കാൾ മേലെയാണ്, രണ്ടും 20നേക്കാൾ മേലെയാണ്. അപ്പോൾ 20 സംഖ്യകൾ വന്നാൽ തന്നെ, മിനിമം സംഖ്യകൾ വന്നാൽ തന്നെ അവയുടെ ആൻസർ എന്ന് പറയുന്നത് 400 ആവും. അപ്പോൾ അതുകൊണ്ട് 24ഉം 22ഉം ഒരിക്കലും വരികയില്ല എന്ന് മനസ്സിലാവും. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് എയും ബിയുമാണ്. എയിലെ ഓപ്ഷൻ എന്ന് പറയുന്നത് 14, 12ഉമാണ്. ഇനി നമുക്കൊരു കാര്യം എടുക്കാം. നമ്മളൊരു 15 എന്നുള്ള സംഖ്യയുടെ സ്ക്വയർ കണ്ടുപിടിക്കണം. 15 × 15. അപ്പോൾ അത് എത്ര വരിക? 15 × 15 225 വരിക. ഈ 15 സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഈസി മെത്തേഡ് എങ്ങനെയാണ്? 5ൻ്റെ വരുന്ന സമയത്ത് 5ൻ്റെ അടുത്ത് 25 എഴുതി, പിന്നെ അടുത്ത അക്കത്തെ സംഖ്യ 1, ഈ 1ൻ്റെ കൂടെ ഏത് മൾട്ടിപ്ലൈ ചെയ്യണം? 1ൻ്റെ കൂടെ അടുത്ത സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 1 × 2 2. അപ്പോൾ ഈ 2 ഇവിടെ എഴുതുക. അങ്ങനെ 225 വരും. അപ്പോൾ 15ൻ്റെ സ്ക്വയർ പറയുന്നത് 225 ആണ്. അപ്പോൾ 15ൻ്റെ സ്ക്വയർ 225 ആവുന്നത് കൊണ്ട് തന്നെ 14 × 12 ഒരിക്കലും 288 വരില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. 14 × 12 ഒരിക്കലും 288 വരില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഓപ്ഷൻ ബി 16 × 18 ആയിരിക്കും ആൻസർ എന്നുള്ള ഐഡിയ നമുക്ക് ഈസി ആയി കിട്ടും. ഇതാണ് ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ നമ്മൾ ചെയ്തത്? നമ്മൾ മിനിമം സംഖ്യ എടുത്തു. 26ഉം 28ലും മിനിമം സംഖ്യ 20 എടുത്തപ്പോൾ തന്നെ 20 × 20 400 മിനിമം വരണം. അതുകൊണ്ട് തന്നെ 26 × 28 അല്ലെങ്കിൽ ഓപ്ഷൻ സി തന്ന പോലെ 24 × 22 കൊണ്ട് ഗുണിച്ചാൽ 288 അല്ല വരിക. അതിനേക്കാളും വലിയ സംഖ്യ 400ൻ്റെ മേലെയുള്ള ഒരു സംഖ്യ ആയിരിക്കും വരിക എന്ന് നമുക്ക് ഐഡിയ കിട്ടി. അതുകൊണ്ട് തന്നെ സിയും ഡിയും ഓപ്ഷനുകൾ നമ്മൾ വെട്ടിക്കളഞ്ഞു. പിന്നെയുള്ള ഓപ്ഷൻ എയും ബിയുമാണ്. പിന്നെ ഇതിൻ്റെ മിഡിലുള്ള ഒരു 15 എന്നുള്ള സംഖ്യ നമ്മൾ എടുത്ത സമയത്ത് തന്നെ നമുക്ക് മനസ്സിലായി 15ൻ്റെ സ്ക്വയർ 225 വരുന്നത് കൊണ്ട് തന്നെ 14 × 12 ഒരിക്കലും 225നേക്കാൾ താഴെയുള്ള സംഖ്യയെ വരികയുള്ളൂ. അതുകൊണ്ട് ഗുണിച്ചാൽ 288 വരികയില്ല എന്ന് മനസ്സിലായി. പിന്നെയുള്ള ഓപ്ഷൻ ബി മാത്രമാണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇവയെല്ലാം ഗുണിച്ച് നോക്കുക എന്നാണ്. അപ്പോൾ 14 × 12 ഗുണിച്ചു. 14 × 12 കൊണ്ട് ഗുണിച്ചാൽ എത്ര വരും? 4 2 8, 2ഉം 4ഉം 6, 1 1 168 വരും. ഇനി 16 × 18 കൊണ്ട് ഗുണിക്കാം. 6 8 48, 6 4 8 6 14, 14 × ഇവിടെയുള്ള 1 കൊണ്ട് ഗുണിക്കണം. 14 × 1 14, 14 × 1 14 + 4 18, സിസ്റ്റം 1 1 1 2 288 വരുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് മനസ്സിലായി. നമുക്ക് ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും കൂടി ഗുണിച്ച് നോക്കാം. 24 × 22. അപ്പോൾ 4 2 8, 4ഉം 2ഉം
4 പ്ലസ് 2 6, 6 ഇൻറ്റു 2. ഇവിടെ ഈ കോമൺ ആയിട്ട് 2 വന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള ഗുണിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. 4 ഇൻറ്റു 2 8, 4 പ്ലസ് 2 6, 6 2 12, സിസ്റ്റം 1 2 4 1 5, 528 വരും. 26 ഇൻറ്റു 28 അങ്ങനെ ചെയ്യാം. 8 8 ഇൻറ്റു 6 48, 8 48, സിസ്റ്റം 4 8 പ്ലസ് 6 14, 14 ഇൻറ്റു 2 28, 28 പ്ലസ് 4 32, സിസ്റ്റം 3 2 4 3 7, 728 വരും. അപ്പോൾ ഇങ്ങനെ ചെയ്താലും നമുക്ക് ഈസി ആയിട്ട് ഓപ്ഷൻ ബി ആൻസർ കിട്ടും. ഇനി യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇനി ശരിക്കും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സപ്പോസ് എക്സ് എന്നാണ് സംഖ്യയുടെ വിചാരിക്കുക. ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് എക്സ് ആണ്. നമുക്ക് തന്നിട്ടുണ്ട് അടുത്തടുത്ത 2 ഇരട്ട സംഖ്യകൾ. അപ്പോൾ എക്സ് ഒന്നാണ് വെച്ചാൽ അടുത്ത സംഖ്യ എന്തായിരിക്കും? എക്സ് പ്ലസ് 2 ആയിരിക്കും. ഓക്കെ ആണല്ലോ. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് എന്താണ്? അടുത്തടുത്ത 2 ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തോട് ഒന്ന് കൂട്ടിയാൽ 259 കിട്ടും. അപ്പോൾ ഈ 2 സംഖ്യകൾ കൊണ്ട് ഗുണിച്ചാൽ എത്ര വരണം? 288 വരണം. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് 288 ആണ്. സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 288 ഈക്വൽ ടു 0 വരും. ഇത് സോൾവ് ചെയ്യാനുള്ള സൂത്രവാക്യം എന്താണ്? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a ആണ്. അപ്പോൾ നോക്കുമ്പോൾ എത്ര വരും? മൈനസ് ബി, മൈനസ് ബി പറയുമ്പോൾ -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എത്രയാണ്? ബി പറയുന്നത് 2 ആണ്. അപ്പോൾ 2 സ്ക്വയർ 4 മൈനസ് 2 എ എത്രയാണ്? 1 ആണ് ആൻസർ. ഇൻറ്റു -288 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇക്വേഷൻ കിട്ടി എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ax സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ്റെ സോൾവ് ചെയ്യാൻ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a ആണ്. ആ ഒരു ഇക്വേഷൻ ഞാൻ സോൾവ് ചെയ്യാൻ നോക്കുകയാണ്. അങ്ങനെ സോൾവ് ചെയ്യുന്ന സമയത്ത് എത്ര വരും? -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 4 മൈനസും മൈനസും പ്ലസ് ആകും ഇൻറ്റു 2 ഇൻറ്റു 200. സോറി, ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 4ac ആണ്. 4 ഗുണിക്കണം 4 ഇൻറ്റു 288. 4 ഇൻറ്റു 288 എത്ര വരും? 200 ഇൻറ്റു 4 800, 80 ഇൻറ്റു 4 320, പിന്നെ 8 കൂടി കൂടെ എത്ര വരും? 8 ഇൻറ്റു 4 32. അപ്പോൾ 800 320 1120 പ്ലസ് 32 1152 വരും. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1. അപ്പോൾ 1152 പ്ലസ് 4 എത്ര വരിക? 1156 വരിക. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1156 ബൈ 2 വരും. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര വരും? റൂട്ട് ഓഫ് 1156. അപ്പോൾ 1156ൻ്റെ സ്ക്വയർ റൂട്ട് എത്ര വരാം? 1156ൻ്റെ സ്ക്വയർ റൂട്ട് നമുക്ക് നോക്കാം. 30ൻ്റെ സ്ക്വയർ പറയുന്നത് 900. 35ൻ്റെ സ്ക്വയർ എത്രയാണ്? 25 എഴുതി 3 ഇൻറ്റു 4. ഈ അടുത്ത പക്കത്തിൻ്റെ അടുത്ത സംഖ്യ കൊണ്ട് ഗുണിച്ച് 3 ഇൻറ്റു 4 12125 വരുന്നുണ്ട്. അപ്പോൾ 30നും 35നും ഇടയിലാണ് ഈ സംഖ്യ എന്ന് പറയുന്നത്. ഇനി അറ്റത്തെ അക്കം പറയുന്നത് 6 ആണ്. 1156 അവസാനത്തെ അക്കം ഏതാണ്? 6 ആണ്. അപ്പോൾ ആ 6 വരണങ്ങൾ എന്താണ് വരിക? 1ൻ്റെ സ്ക്വയർ 1 വരിക, 2ൻ്റെ സ്ക്വയർ 4 വരിക, 3ൻ്റെ സ്ക്വയർ 9 വരിക, 4ൻ്റെ സ്ക്വയർ ആണ് 16. അപ്പോൾ 6 വരണം വെച്ചാൽ 34 ആണ് പറ്റുക. അപ്പോൾ 34ൻ്റെ സ്ക്വയർ നമ്മൾ നോക്കി എത്ര വരും നോക്കാം. 34ൻ്റെ സ്ക്വയർ അപ്പോൾ എത്ര വരിക? 4 16 6 സിസ്റ്റം 1 4 4 8 8 3 24 24 1 25 സിസ്റ്റം 2 3 9 9 2 11 1156 കറക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ എന്താ വരിക? -2 പ്ലസ് ഓർ മൈനസ് 34 ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ 34 മൈനസ് 2 32/2 അല്ലെങ്കിൽ -36/2 വരും. മൈനസ് നമുക്ക് സംഖ്യ വരാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? 32/2 16 വന്നു. അപ്പോൾ ഒന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 16 നീട്ടി. അപ്പോൾ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? എക്സ് നമുക്ക് 16 നീട്ടി. അപ്പോൾ എക്സ് പ്ലസ് 2 എത്രയാണ്? 16 18 വരും. അങ്ങനെ ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ ക്ലിയർ ആയല്ലോ. വിശദമായി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒന്നും കൂടി പറഞ്ഞു തരാം. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് 288 ആണ്.
അപ്പോൾ അതിനെ നമ്മൾ സോൾവ് ചെയ്ത എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 2x ഇവിടെയുള്ള 288 നമ്മുടെ സമവാക്യത്തിൻ്റെ ഈക്വലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം മൈനസ് ഇടണം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 288 ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ അതിൻ്റെ സാധാരണ ഇക്വേഷൻ എന്താണ്? ദ്വിമാന സമവാക്യം എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 എന്നുള്ള സംഖ്യ വന്നാൽ അതിന് സോൾവ് ചെയ്യേണ്ട എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a ആണ്. ഇവിടെ ബി എ എന്ന് പറയുന്നത് 1 ആണ്, 1x സ്ക്വയർ. എ എന്ന് പറയുന്നത് 1, ബി എന്ന് പറയുന്നത് 2 ആണ്, സി എന്ന് പറയുന്നത് മൈനസ് 288 ആണ്. ഇതിന് നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് എന്ത് വരും? എക്സ് ഇസ് ഈക്വൽ ടു 16 വരും. ഒന്നാമത്തെ സംഖ്യ 16 എന്ന് കിട്ടും, രണ്ടാമത്തെ സംഖ്യ എക്സ് പ്ലസ് 2 18 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. -1/25 പ്ലസ് -1/50 -20 ഡിവൈഡ് ബൈ 1/0 ഇസ് ഈക്വൽ ടു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? നമുക്കറിയാം -1/0 എത്രയാണ്? 1. -1/1 എത്രയാണ് വരിക? 1. -1 സോറി -1 സ്ക്വയർ എത്ര വരിക? 1. -1/3 എത്ര വരിക? -1. അപ്പോൾ -1 ഇവിടെ മേലെ എന്താണ്? ഒറ്റയാണ് വെച്ചാൽ, ഒറ്റ സംഖ്യയാണ് വെച്ചാൽ, അതായത് നമ്മുടെ പവർ, നമ്മുടെ ഒരു സംഖ്യയുടെ പവർ -1ൻ്റെ പവർ ഒറ്റയാണ് വെച്ചാൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് -1 വരും. അപ്പോൾ ഫസ്റ്റത്തെ -1/25 വരുമ്പോൾ എത്ര വരിക? -1 വരും. പ്ലസ് -1/50 നമ്മളിവിടെ നോക്കി -1ൻ്റെ പവർ ഇരട്ടിയാകുമ്പോൾ ആൻസർ എന്താ വരിക? +1 ആണ് വരിക. അപ്പോൾ അത് നമ്മൾ എഴുതി -1/50 എന്ന് പറയുന്നത് എന്ത് വരും? 1 എന്ന് വരും. മൈനസ് ഇവിടെ തന്നിട്ടുണ്ട് -1/20 അതും ഇരട്ടിയാണ്. അപ്പോൾ അതെന്ത് എഴുതി? നമ്മൾ 1 എന്ന് തന്നെ എഴുതി. ഡിവൈഡഡ് ബൈ 1/0 എത്ര വരിക? 1 തന്നെ വരും. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര വരും? 1 - 1 0 വരും. -1/1 എത്ര വരും? -1 വരും. അപ്പോൾ ആൻസർ എന്താണ്? -1 ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 4321, 4231, 4132, 4432. ഈ സംഖ്യകൾ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ മൂന്നാമത്തെ സംഖ്യ ഏത്? അപ്പോൾ ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ വന്ന് എന്ത് ചെയ്യണം? നമ്മൾ ഫസ്റ്റത്തെ നോക്കി എല്ലാത്തിലും 4 തന്നെയാണ് വരുന്നത്. 4 അക്ക സംഖ്യയിൽ ഫസ്റ്റത്തെ അക്കം എല്ലാത്തിലും 4 തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മളത് ഒഴിവാക്കി. ബാക്കിയുള്ളത് എത്രയാണ്? 321 വരുന്നുണ്ട്, 231 വരുന്നുണ്ട്, 132 വരുന്നുണ്ട്, 432 വരുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ സംഖ്യ ഏത് വരിക? ആദ്യം ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 1 തുടങ്ങണം. അപ്പോൾ 132 വന്നു. നമ്മൾ 4 ഇവിടെ എഴുതുന്നുണ്ട്, എന്തായാലും 4132 വന്നു. രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് എത്ര വരിക? 4231 വരും. കാരണം രണ്ടാമത് 2 വരുന്നതായിരിക്കും. മൂന്നാമത്തെ 4321 ആണ്. നാലാമത്തെ സംഖ്യയാണ് 4432. ഇങ്ങനെയാണ് ആരോഹണ ക്രമത്തിൽ എഴുതുക. ആരോഹണ ക്രമം പറഞ്ഞാൽ ചെറിയ സംഖ്യയിൽ നിന്നും മുകളിലേക്ക് എഴുതുന്നതാണ് ആരോഹണ ക്രമം. അതായത് 1 2 3 4 അങ്ങനെ എഴുതുന്നതാണ് ആരോഹണ ക്രമം. 4 3 2 1 ഇങ്ങനെ എഴുതുന്നത് അവരോഹണ ക്രമവുമാണ്. അത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ മൂന്നാമത്തെ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. ആരോഹണ ക്രമത്തിൽ നമ്മൾ എഴുതി, അതിൽ മൂന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 4321 ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. 64 കിലോമീറ്റർ സഞ്ചരിക്കാൻ എ എന്ന ബസ് 3 മണിക്കൂറും. അപ്പോൾ എ ബസ് 3 മണിക്കൂർ കൊണ്ട് എത്ര സഞ്ചരിക്കും? 64 കിലോമീറ്റർ സഞ്ചരിക്കും. ബി ബസ്സോ? ബി ബസ് ഇതേ ദൂരം 64 കിലോമീറ്റർ 2.5 മണിക്കൂർ കൊണ്ട് കവർ ചെയ്തു. എ എന്ന ബസ് 320 കിലോമീറ്റർ സഞ്ചരിക്കുന്ന സമയത്ത് ബി എന്ന ബസ് എത്ര ദൂരം സഞ്ചരിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം എ എന്ന ബസ് 64 കിലോമീറ്റർ സഞ്ചരിക്കാൻ 3 മണിക്കൂറാണ് എടുക്കുന്നത്. അങ്ങനെയാണെന്ന് വെച്ചാൽ 320 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ എത്ര മണിക്കൂർ എടുക്കും? അപ്പോൾ 64 × 5 ചെയ്താൽ 320 കിട്ടും. ഇതങ്ങനെ ഒറ്റയടിക്ക് പറയാൻ പറ്റുന്നത് 64 പകുതിയാണ് 320. 64 പകുതിയാണ് 32. അതിൻ്റെ കൂടെ ഒരു 0 കൂടി ചേർക്കണം 320 കിട്ടാൻ. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുക 64/2 × 10 ആണല്ലോ. 10/2 എത്രയാണ്? 5. അപ്പോൾ നമുക്ക് നേരെ എഴുതാം 64 × 5 320 ആണ് എന്നുള്ളത്. അപ്പോൾ 3 × 5 മൊത്തം 15 മണിക്കൂറാണ് എ എന്ന ബസ് സഞ്ചരിച്ചിരിക്കുന്നത്.
എ 320 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം എടുത്തു? 15 മണിക്കൂർ എടുത്തു. ഇനി ബിയുടെ കേസ് എടുക്കാം. ബി 2.5 മണിക്കൂർ കൊണ്ട് 64 കിലോമീറ്റർ സഞ്ചരിക്കും. 2.5 മണിക്കൂർ കൊണ്ട് 64 കിലോമീറ്റർ സഞ്ചരിക്കും. അപ്പോൾ 5 മണിക്കൂർ കൊണ്ട് എത്ര സഞ്ചരിക്കും? ഇതിൻ്റെ ഇരട്ടി 128 സഞ്ചരിക്കും. അപ്പോൾ 15 കിലോമീറ്റർ സഞ്ചരിക്കാൻ എന്ത് ചെയ്യും? 5 × 3 15. അപ്പോൾ 128 × 3 ചെയ്താൽ എത്ര വരും? 3 24, സിസ്റ്റം 2 2 6 8 1 3 384. അപ്പോൾ അതിൽ ആൻസർ ഉണ്ടല്ലോ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞുതരാം. എ എന്ന ബസ് 3 മണിക്കൂർ കൊണ്ട് 64 കിലോമീറ്റർ സഞ്ചരിച്ചു. ബി എന്ന ബസ് 2.5 മണിക്കൂർ കൊണ്ട് ഈ ദൂരം കവർ ചെയ്തു. അതായത് 64 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടി ബി എടുക്കുന്ന സമയം 2.5 മണിക്കൂറാണ്. എ 320 കിലോമീറ്റർ സഞ്ചരിച്ച സമയം കൊണ്ട് ബി എത്ര ദൂരം കവർ ചെയ്യും? അപ്പോൾ 320 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടി എ എടുത്ത സമയം എന്ന് പറയുന്നത് എത്രയാണ്? 15 മണിക്കൂറാണ്. അതെങ്ങനെയാണ് കിട്ടിയത്? എ 3 കിലോമീറ്റർ കൊണ്ട് 3 മണിക്കൂർ കൊണ്ട് 64 കിലോമീറ്റർ സഞ്ചരിക്കുക. അപ്പോൾ 1 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടി എത്ര സമയം എടുക്കും? 3/64 എടുക്കും. അപ്പോൾ 320 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടി എത്ര എടുക്കും? 320/64. 320/64 എത്രയാണ്? 5 വരും. 5 15 വരും. അപ്പോൾ 15 മണിക്കൂർ എടുക്കും. ഇങ്ങനെയും നമുക്ക് കണക്ക് കൂട്ടാം. അപ്പോൾ 15 മണിക്കൂർ എടുക്കും. ഇതേ 15 മണിക്കൂർ കൊണ്ട് ബി എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ് നമ്മൾ അടുത്തത് കണക്ക് കൂട്ടേണ്ടത്. അത് കണക്ക് കൂട്ടാൻ എന്ത് ചെയ്തു? 2.5 കിലോമീറ്റർ 2.5 മണിക്കൂർ കൊണ്ട് 64 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ 5 മണിക്കൂർ കൊണ്ട് എത്ര സഞ്ചരിക്കും? ഇത് 2 ഇരട്ടി സഞ്ചരിക്കും. നമുക്ക് 15 മണിക്കൂറാണ് വേണ്ടത്. 5ന്റെ 3 ഇരട്ടിയാണ് 15. അപ്പോൾ 128ന്റെ 3 മടങ്ങ് ബി സഞ്ചരിക്കും. അങ്ങനെ 384 എന്നുള്ള ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത കണക്കിലേക്ക് പോകാം. എ എന്ന സ്ഥലത്ത് നിന്ന് ബി എന്ന സ്ഥലത്തിലേക്ക് 40 കിലോമീറ്റർ വേഗതയിലും ബിയിൽ നിന്ന് എയിലേക്ക് 60 കിലോമീറ്റർ വേഗതയിലും യാത്ര ചെയ്താൽ ശരാശരി വേഗത എത്ര? അപ്പം എങ്ങനെ ചെയ്യാം? എ എന്ന് എങ്ങനെയാ പോയത്? 40 കിലോമീറ്റർ വേഗതയിൽ പോയി. ബി എന്ന സ്ഥലത്തെത്തി. തിരിച്ചെത്ര വേഗതയിൽ വന്നു? 60 കിലോമീറ്റർ വേഗതയിൽ തിരിച്ച് എയിലേക്ക് എത്തി. അപ്പോൾ ആവറേജ് വേഗതയാണ് കാണേണ്ടത്. ശരാശരി വേഗത കാണണം. അപ്പോൾ ഇതിൻ്റെ സൂത്രവാക്യം എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് സൂത്രവാക്യത്തിലൂടെ ചെയ്യാം. പിന്നെ ആ സൂത്രവാക്യം എങ്ങനെ ഡിറൈവ് ചെയ്തു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആവറേജ് സ്പീഡ് ഇങ്ങനെ, അതായത് ഒരു പകുതി ദൂരം, ടോട്ടൽ സ്ഥലത്തിന് പകുതി ദൂരം v1 വേഗതയിലും രണ്ടാമത്തെ പകുതി ദൂരം v2 വേഗതയിലും സഞ്ചരിച്ചാൽ ശരാശരി വേഗത എന്ന് പറയുന്നത് 2v1 v2/v1 + v2 ആയിരിക്കും. അതേസമയം ടോട്ടൽ ദൂരത്തിലെ പകുതി സമയം, ടോട്ടൽ ദൂരം കവർ ചെയ്തതിലെ പകുതി സമയം v1 വേഗതയിലും പകുതി സമയം v2 വേഗതയിലുമാണ് സഞ്ചരിച്ചു വെച്ചാൽ ആവറേജ് വേഗത എന്ന് പറയുന്നത് v1 + v2/2 ആയിരിക്കും. ഇത് ടൈം, പകുതി ടൈം, ഇത് പകുതി ദൂരം. നമ്മൾ വെലോസിറ്റി, അതായത് വേഗത കമ്മിയായിട്ടാണ്, കുറവായിട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ പകുതി സമയം കവർ ചെയ്യുന്ന ദൂരം എന്ന് പറയുന്നത് കുറവായിരിക്കും. അതേസമയം നമ്മൾ വേഗത കൂടുതലാണ് വെച്ചാൽ പകുതി സമയം കൊണ്ട് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ വരച്ചിരിക്കുന്നത്. അതേസമയം നമ്മൾ പകുതി ദൂരമാണ് സഞ്ചരിക്കുന്നത് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? ആവറേജ് വേഗത എന്ന് പറയുന്നത് 2v1 v2/v1 + v2 ആണ്. ഇനി ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പ്രകാരം എന്താണ്? നമ്മൾ എ എന്ന് ബിയിലേക്ക് പോയിട്ട് ബി എന്ന് തിരിച്ച് എയിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ പകുതി ദൂരം 40 കിലോമീറ്റർ വേഗതയിലും ബാക്കി പകുതി ദൂരം 60 കിലോമീറ്റർ വേഗതയിലുമാണ് സഞ്ചരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആവറേജ് വേഗത എത്രയാണ്? 2 × 40 × 60/60 + 40. അതായത് ഈ 60 + 40 എത്ര വരും? 100 വരും. 2 × 40 × 60 വരും. ഈ 0 ഒക്കെ വെട്ടിപ്പോയി. അപ്പോൾ 6 4 24, 24 × 2 48 എന്നുള്ള ആൻസർ വരും. ഇങ്ങനെയാണ് ആൻസർ വരിക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഈ സൂത്രവാക്യം ഡിറൈവ് ചെയ്ത് നോക്കാം. നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസ് എസ് ആണ്. അതിൻ്റെ പകുതി ദൂരം s/2. അതെത്ര വേഗതയിലാണ് സഞ്ചരിക്കുന്നത്? v1 വേഗതയിൽ. രണ്ടാമത്തെ പകുതി ദൂരം v2 വേഗതയിൽ. അപ്പോൾ v1ന് t1 ടൈം എടുക്കുന്നു, v2ന് t2 ടൈം എടുക്കുന്നു. അപ്പോൾ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? t1 + t2 ആണ്. ആവറേജ് വേഗത എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് / ടൈം ആണ് ആവറേജ് വേഗത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ടൈം എത്ര ആയിട്ട്? ഫസ്റ്റത്തെ സമയം എത്രയായിരുന്നു? t1 ആയിരുന്നു. രണ്ടാമത്തെ സമയം t2 ആയിരുന്നു. ഇനി ടൈം ഇതിൽ നിന്ന് മനസ്സിലാക്കി ഇവിടെ നോക്കുമ്പോൾ ടൈം എന്ന് പറയുന്നത്
ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ വേഗതയാണ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ടീന് എന്ത് എഴുതാം? എസ് ബൈ വി എന്ന് എഴുതി കൂടെ എഴുതാം. ഇനി T1 പറയുന്നത് എത്രയാണ്? പകുതി ദൂരം എസ് ബൈ 2v1 എന്നെഴുതി കൂടെ എഴുതാം. കാരണം പകുതി ദൂരം v1 വേഗതയിലാണ് സഞ്ചരിച്ചത്. അപ്പോൾ എസ് ബൈ 2/v1 അതായത് എസ് ബൈ 2v1, എസ് ബൈ 2/v2 അതായത് എസ് ബൈ 2v2 എന്ന് എഴുതാം. അപ്പോൾ ഈ എസ് എല്ലാം കോമൺ ആണ്, അപ്പോൾ അതെല്ലാം വെട്ടിപ്പോയി. അപ്പോൾ 1/v 1/, ആവറേജ് വേഗത എന്ന് പറയുന്നത് 1/2v1 പ്ലസ് 1/2v2 എന്നാവും. ഇതിൽ 1/2 കോമൺ ആയിട്ട് എടുത്ത് എന്താവും? 1/v ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 1/v1 പ്ലസ് 1/v2 എന്നാകും. ഇത് സോൾവ് ചെയ്യുന്ന 1/2 ഇൻറ്റു v1 പ്ലസ് v2 ഡിവൈഡ് ബൈ v1 v2 എന്നാകും. അപ്പോൾ ടോട്ടൽ വേഗത v എന്ന് പറയുന്നത് എത്രയാണ്? 2 ഇൻറ്റു ഇതിനെ നമ്മൾ നേരെ തിരിച്ച് ഉൾട്ടായിട്ട് എന്നാകും 2v1 v2 ബൈ v1 പ്ലസ് v2 എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ പകുതി ദൂരം സഞ്ചരിക്കുന്ന സമയത്ത് ആവറേജ് വേഗത എന്ന് പറയുന്നത് 2v1 v2 ബൈ v1 പ്ലസ് v2 എത്തിയത്. അപ്പോൾ ഇതോടെ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് പഠിക്കാൻ നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.